വിശുദ്ധമായ ഖുർആൻ നമ്മളെല്ലാവരും ഓതാറുണ്ട്. നമ്മുടെ വീടുകളിൽ നമ്മൾ പലപ്പോഴും ഖുർആൻ ഓതാറുണ്ട്. പക്ഷേ നമ്മൾ ഓതൽ അനിവാര്യമായ, ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത, ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ചില സൂറത്തുകളുണ്ട്. ആ സൂറത്തുകൾ ഓതുന്ന വീട്ടിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉറപ്പായും ഇറങ്ങും. ആ സൂറത്തുകൾ ഏതാണെന്നും ആ സൂറത്തുകൾ ഓതേണ്ട സമയം ഏതൊക്കെയാണെന്നും ആ സൂറത്തുകൾ ഓതിയാൽ കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്നും വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. ചില ആളുകൾ പറയും, ഉസ്താദേ എൻ്റെ വീട്ടിലൊരു ഖൈറില്ല, ഒരു ബർക്കത്തില്ല, വീട്ടിലേക്ക് കയറാനേ തോന്നുന്നില്ല. മറ്റു ചില ആളുകൾ പറയും, ഉസ്താദേ ജീവിതം തന്നെ മടുത്തു, ഒരു കച്ചവടത്തിൽ ഒരു പ്രോഗ്രസ് ഇല്ല, കച്ചവടത്തിന് പോവാൻ തന്നെ മടിയാണ്. ചില ആളുകൾ പറയുന്നു, ഉസ്താദേ ജീവിതത്തിലൊരു ഖൈറില്ല, ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു മടുപ്പാണ്, മൊത്തത്തിൽ കുടുംബത്തിലൊക്കെ ഒരു പ്രയാസമാണ്, ഒരുപാട് രോഗങ്ങളാണ്. ഇങ്ങനെ പ്രയാസങ്ങൾ ഒരുപാട് പറയുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. ഇവർക്കൊക്കെയുള്ള ആത്മീയമായ ചില മരുന്നുകളുണ്ട്. അത് ഖുർആനികപരമായ മരുന്നുകളാണ്. അത് ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വല്ലുമ്മമാരും വല്ലുപ്പമാരും സ്ഥിരമായി ഓതിയിരുന്ന ചില സൂറത്തുകളുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ അത് ഓതപ്പെടൽ കുറവാണ്. തീരെ ഓതുന്നില്ല എന്നല്ല, ഓടുന്ന വീടുകളും ഉണ്ടാകും. അപ്പോൾ ആ നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരും ഓതി നമ്മളിൽ പല ആളുകളും ഓതാതെ മനഃപൂർവ്വം വിട്ടുകളയുന്ന ചില അത്ഭുതപ്പെടുത്തുന്ന സൂറത്തുകളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പ്രതിഫലങ്ങളും വിശദമായി എന്തെന്ന് നമുക്ക് കേൾക്കാം. ഈ വീഡിയോയിൽ പറയുന്ന സൂറത്തുകൾ നിത്യമായി ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ ഓതിയാൽ അള്ളാഹുവിൻ്റെ വലിയ ഐശ്വര്യവും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും കടങ്ങളിൽ നിന്നുള്ള കാവലും കണ്ണേർ പിശാചിൻ്റെ ശല്യത്തെ തൊട്ടല്ലാഹു കാക്കുന്നതാൻ. ഏതൊക്കെയാണ് ആ സൂറത്തുകൾ, എങ്ങനെയാണ് ഓതേണ്ടത്, വിശദമായി നമുക്ക് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ദുനിയാവിൽ കൊടുക്കുന്ന 4 അനുഗ്രഹങ്ങളുണ്ട്. ഒരുപാട് അനുഗ്രഹമുണ്ട്. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നു 4 അനുഗ്രഹങ്ങളാണ്. ഒന്ന് സ്വാലിഹായ ഒരു ഭർത്താവ് അല്ലെങ്കിൽ സ്വാലിഹത്തായ ഒരു ഭാര്യ, ഒരാൾക്ക് കിട്ടുന്ന, ദുനിയാവിൽ കിട്ടുന്ന ഒരു അനുഗ്രഹമാണ്. രണ്ടാമത്തേത് സ്വന്തമായി ഒരു വീട്, സ്വന്തമായിട്ട് കയറി കിടക്കാൻ, ആരെയും പേടിക്കാതെ കിടക്കാൻ ഒരു വീട്. മൂന്നാമത്തേത് നല്ലൊരു ജോലി. നാലാമത്തേത് നല്ലൊരു വാഹനം. ഇവിടെ രണ്ടാമത് പറഞ്ഞ നല്ലൊരു വീട്. നമുക്കൊക്കെ വീടുകളുണ്ട്. പക്ഷെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുന്നുണ്ട്, ഉസ്താദ് വീട്ടിലൊരു ബറക്കത്തില്ല, വീട്ടിൽ കയറുമ്പോൾ ഒരു സമാധാനമില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ്. ചില ആളുകൾ പറയുന്നു, ഉസ്താദ് ജീവിതത്തിന് തന്നെ ഒരു ബറക്കത്തില്ല, ഓരോ ദിവസം എണീക്കുമ്പോൾ തന്നെ ഒരു മടുപ്പാണ്, മുന്നോട്ട് കച്ചവടത്തിന് പോകാൻ മടുപ്പാണ്, അതുപോലെ തന്നെ ഇബാദത്തെടുക്കാൻ ഒരു മടുപ്പാണ്, മൊത്തത്തിൽ ഒരു മടുപ്പാണ് ജീവിതത്തോട്. അങ്ങനെ പ്രയാസം പറയുന്ന, അങ്ങനെ ഒരു സങ്കടം പറയുന്ന ഒരുപാട് പേര് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ വീട്ടിലൊരു പ്രയാസം, അതുപോലെ നമ്മുടെ ജീവിതത്തിലൊരു പ്രയാസം, ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു? ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് പരിശുദ്ധമായ ഖുർആനികപരമായ മരുന്നുകൾ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കുക. ചില വീടുകളിലൊക്കെ കയറുമ്പോൾ ഒരു റാഹത്താണ്, ഒരു സന്തോഷമാണ്. ആ വീട്ടിൽ നമുക്ക് പോരാനേ തോന്നില്ല. ഒരു പ്രത്യേക മനസ്സിനൊരു കുളിർമയാണ്. ചില വീടുകളിൽ ചെന്നാൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്ത വരും. വീടിനല്ല പ്രശ്നം, ആ വീട്ടിൽ ആ വീട്ടുകാർ പെരുമാറുന്ന പെരുമാറ്റത്തിലാണ് ഇരിക്കുന്നത്. ചില വീടുകളിൽ ഖുർആനേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാകും, അത് ഷോക്കേസിൽ ഇങ്ങനെ ഒരു കാഴ്ച വസ്തുവിനെ പോലെ വെച്ചിട്ടുണ്ടാകും. ചില വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ എപ്പോഴും ഓതപ്പെടുന്ന വീടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതപ്പെടുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. അത് നമ്മുടെ വീട്ടിലാണെങ്കിലും, അത് നമ്മുടെ വാഹനത്തിലാണെങ്കിലും, അത് നമ്മുടെ കച്ചവട സ്ഥാപനത്തിലാണെങ്കിലും, പ്രത്യേകിച്ച് വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഓതണം. പഴയ കാലത്തുള്ള നമ്മുടെ വീടുകളിലൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ചെറിയ വീടാണ്, കഴിക്കാൻ പലപ്പോഴും ഭക്ഷണം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു സന്തോഷമാണ്, റാഹത്താൻ. എന്തേ കാരണം? അവിടെയൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഓതപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പോഴും വലിയ വീട്, 2 നില 3 നിലയൊക്കെ വീടുണ്ടാകും. പക്ഷേ എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്, ഒരു സ്വസ്ഥതയില്ല. എന്തേ? വിശുദ്ധമായ ഖുർആൻ ആ വീടുകളിൽ ഓതപ്പെടുന്നില്ല.
അപ്പോൾ പഴയ കാരണവന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഐശ്വര്യം, വീടുകളിൽ ഉണ്ടായിരുന്ന ഒരു സന്തോഷം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ അവർ ഓതി നമ്മൾ ഓതാത്ത ഒരുപാട് വീട്ടിൽ നിത്യമായി ഓതേണ്ട സൂറത്തുകളുണ്ട്. ഖുർആൻ എവിടെയാണോ ഓതപ്പെടുന്നത് ആ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും, അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ ബറക്കാത്തുകൾ ഇറങ്ങും, റഹ്മത്തിൻ്റെ മലക്കുകൾ ആ സ്ഥലത്ത് വന്നിരിക്കും തുടങ്ങി ഒരുപാട് ശ്രേഷ്ഠതകൾ ഖുർആൻ ഓതുന്ന സ്ഥലത്തിന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ടാകും. ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ വീടുകളിൽ, അത് ഇശാ മഗ്രിബിൻ്റെ ഇടയിലാവട്ടെ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമാവട്ടെ, ഇനി ഈ രണ്ട് സമയത്ത് ഓതാൻ പറ്റിയില്ലെങ്കിൽ പറ്റുന്ന സമയത്ത് നമുക്ക് ഓതൽ അനിവാര്യമായ ചില സൂറത്തുകളും ആ സൂറത്തുകളുടെ ശ്രേഷ്ഠതകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ പല ഉമ്മമാരും ഉപ്പമാരും ചിന്തിക്കുന്നുണ്ടാകും, ഞങ്ങളൊക്കെ സൂറത്ത് ഓതുന്നവരാണ്, യാസീൻ ഓതാറുണ്ട്, സൂറത്തുൽ വാഖിയ ഓതാറുണ്ട്, മുൽക്ക് ഓതാറുണ്ട്, ഇനി അതിനെപ്പറ്റി പ്രത്യേകം ഒരു വീഡിയോ ഉസ്താദ് എന്തിനാ പറയുന്നത് എന്ന് ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ടാവാം. ഇവിടെ നമ്മളിൽ ചില ആളുകൾ ഓതുന്നുണ്ട് എന്നതൊഴിച്ചാൽ ഭൂരിഭാഗം ആളുകളും ഈ പരിശുദ്ധമായ സൂറത്തുകൾ ഒരുപക്ഷെ വല്ലപ്പോഴും ഓതുന്നവരായിരിക്കും. സ്ഥിരമായി അങ്ങനെ ഓതാൻ അവസരം കിട്ടാറില്ല. അല്ലെങ്കിൽ ഓതുന്നവരാണെങ്കിൽ പോലും ഈ സൂറത്തുകൾ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്താണെന്ന് അറിയാത്തവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ വീട്ടിൽ ഓതിയാൽ പ്രതിഫലം ഒരുപാട് കിട്ടുന്ന സൂറത്തുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ആ സൂറത്തുകൾ ഏത് സമയത്താണ്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ള വിശദമായ കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആദ്യമായി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ, ഖുർആനിൻ്റെ മാതാവ് എന്ന് പരിചയപ്പെടുത്തിയ, മാത്രമല്ല അസാസുൽ ഖുർആൻ, ഖുർആനിൻ്റെ അടിത്തറ എന്ന് പരിചയപ്പെടുത്തി തന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കാണാതെ അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം നമ്മളെല്ലാ വഖത്ത് നിസ്കാരങ്ങളിലും, അത് സുന്നത്താവട്ടെ ഫറളാവട്ടെ മയ്യത്ത് നിസ്കാരത്തിൽ ഉൾപ്പെടെ നമ്മൾ ഈ ഫാത്തിഹ ഓതാറുള്ളവരാണ്. ഫാത്തിഹ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ എന്തൊക്കെ പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് പല ആളുകൾക്കും അറിയില്ല. നമ്മളങ്ങനെ വെറുതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം നോൺ സ്റ്റോപ്പായി ഇങ്ങനെ ഓതിപ്പോകും. പക്ഷെ അതിൻ്റെ പ്രതിഫലം എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് ഖൈറായി ഓതേണ്ടത് എന്നൊക്കെ പല ആളുകൾക്കും അറിവില്ല. ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 7 പേരുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞു, ഫാത്തിഹ സൂറത്ത്. പക്ഷെ അതല്ലാതെ ഉമ്മുൽ ഖുർആൻ, അതുപോലെ തന്നെ സൂറത്തു ശിഫാ, അസാസുൽ ഖുർആൻ തുടങ്ങി 7ഓളം പേരുകൾ ഈ ഫാത്തിഹ സൂറത്തിന് മാത്രമുണ്ട്. വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കിയാൽ 114ഓളം സൂറത്തുകളുണ്ടല്ലോ. ഈ 114 സൂറത്തുകൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് സൂറത്തുൽ ഫാത്തിഹയുടെ പേരിന് തന്നെ ഉള്ളത്. ഇപ്പോൾ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറക്ക് സൂറത്തുൽ ബഖറ എന്നാണ് പേര്. മറ്റൊരു പേര് ഒരു പക്ഷേ ഉണ്ടായേക്കാം, എന്നാലും അതൊരു പോപ്പുലറായ, ഒരു എല്ലാവരും അറിയപ്പെടുന്ന പേരൊന്നുമല്ല. കൂടിപ്പോയാൽ 1ഓ 2ഓ പേരുണ്ടാകും. തഫ്സീറുകൾ പരിശോധിച്ച് നോക്കി നമുക്ക് കിട്ടുമായിരിക്കും. പക്ഷെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രമാണ് 7ഓളം പേരുകളുള്ളത്. ഖുർആനിൻ്റെ ഉമ്മ എന്നുണ്ട്, ഖുർആനിൻ്റെ അടിത്തറ എന്നുണ്ട്, അതുപോലെ രോഗശമനത്തിൻ്റെ സൂറത്ത്, അങ്ങനെ ഒരുപാട് പേരുകൾ ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മാത്രമുണ്ട്. ഇനി സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ ഒരു മനുഷ്യന് കിട്ടുന്ന പ്രതിഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ, അതെന്തു രോഗമാവട്ടെ, തലവേദനയാവട്ടെ, പനിയാവട്ടെ, മറ്റസുഖങ്ങളാവട്ടെ, രോഗത്തിന് ശിഫയായിട്ട് നമുക്ക് മഹാന്മാർ പഠിപ്പിച്ചു നൽകുന്ന, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. കണ്ണേർ, ചെറിയ കുട്ടികൾക്ക് കണ്ണേറുണ്ടാകും. ചിലപ്പോൾ രാത്രി മുഴുവൻ ഇങ്ങനെ കരച്ചിലായിരിക്കും, വലിയ പ്രയാസമായിരിക്കും നമുക്കൊക്കെ. അങ്ങനെ ആ ചെറിയ കുട്ടികളുടെ കരച്ചിൽ, അവർ ഭക്ഷണം കഴിക്കാനുള്ള മടി, ഇനി എന്തെങ്കിലും പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പാല് കുടിച്ച ഉടൻ തന്നെ അത് ഛർദ്ദിച്ച് കൊക്കിക്കളയുക, അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രയാസങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങൾ മാറാൻ ഈ സൂറത്തുൽ ഫാത്തിഹ വളരെ ഉപകാരമാണ്. സൂറത്തുൽ ഫാത്തിഹ വളരെ ഉപകാരമാണ്. അത് നല്ല രൂപത്തിൽ, നല്ല നിയ്യത്തിൽ ഒരു 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട്
ആ കുട്ടിയിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ അത് വലിയ ശിഫ കിട്ടുമെന്നും മഹാന്മാർ ഈ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രത്യേകതകൾ പറയുന്ന സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങുന്ന സമയത്ത് ശൈത്വാൻ അവൻ അട്ടഹസിച്ചു കരഞ്ഞു എന്നാണ്. ശൈത്വാൻ കരഞ്ഞ, ഇബ്ലീസ് കരഞ്ഞ ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട്. ഇബ്ലീസ് കരഞ്ഞ ചില സന്ദർഭങ്ങൾ, ആ ഇബ്ലീസ് കരഞ്ഞ സന്ദർഭങ്ങളിൽ പെട്ട ഒരു സന്ദർഭമാണ് സൂറത്തുൽ ഫാത്തിഹ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പോൾ ഇബ്ലീസ് പൊട്ടിക്കരഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൻ്റെ കിതാബുകളിലൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അത് വലിയ മഹത്വമുള്ളതാണ്. ഞാനിവിടെ ചുരുക്കിയാണ് പറയുന്നത്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇനിയും ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വിശദമായിട്ട് കഴിയുന്ന മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ ഒന്നാമത്തെ സൂറത്തുൽ ഫാത്തിഹയാണ്. അതിൻ്റെ ശ്രേഷ്ഠത അത് ഏത് സമയത്തും നമുക്ക് ഓതാം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഓതാൻ വളരെ എളുപ്പമുള്ള, നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള ഒരു ചെറിയ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഒരു സ്വഹാബി വന്ന് മറ്റൊരു സ്വഹാബിയെ പറ്റി പരാതി പറഞ്ഞു, നബിയേ ഇന്ന സ്വഹാബി, അയാൾ എപ്പോൾ നിസ്കരിക്കാൻ നിന്നാലും ഈ സൂറത്ത് ഓതുമ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതും, വേറെ ഒരു സൂറത്തും ഓതാറില്ല. അങ്ങനെ പരാതി പറഞ്ഞപ്പോൾ നബി തങ്ങൾ മറ്റാ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന സ്വഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ എല്ലാ വഖത്തിലും ഓതുന്ന സമയത്ത് ഉറക്കെ ഓതുമ്പോഴൊക്കെ ഈ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതാൻ എന്താ കാരണം? മറ്റു സൂറത്തുകളൊന്നും അറിയില്ലേ? ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞ, നബിയേ എനിക്ക് മറ്റു സൂറത്തുകളൊക്കെ അറിയാം, പക്ഷെ സൂറത്തുൽ ഇഖ്ലാസിനോട് പ്രത്യേക ഒരു മഹബത്താണ്, ഒരു ഇഷ്ടമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ. അതിങ്ങനെ ഓതി ഒരു പ്രാവശ്യം ഓതിയാൽ പിന്നെയും ഓതാൻ, വീണ്ടും ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കാൻ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയെ, ഭയങ്കര ഒരു മൊഹബത്താണ് ആ സൂറത്തിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞത്, ഈ സൂറത്തുൽ ഇഖ്ലാസിനോടുള്ള നിന്റെ മഹബത്ത് അത് സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വം എത്രയുണ്ട്, അത് പറഞ്ഞാൽ തീരില്ല. ഒരുപാടുണ്ട്. ഒരു മനുഷ്യൻ 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് പരിശുദ്ധമായ ഖുർആന് ഖത്തുമ് തീർത്തത് പോലൊത്ത ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മരണപ്പെട്ട വീട്ടിലും അതുപോലെ തന്നെ മറ്റ് നമ്മൾ യാസീനൊക്കെ ഓതി ഒരു ദുആഇൻ്റെ മജ്ലിസിൽ അല്ലേ ഉസ്താദുമാർ അൽ ഫാത്തിഹ എന്ന് പറയും. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതാറുണ്ട്. അതെന്താ? നബി തങ്ങളുടെ ഹദീസിൽ കാണാം, സുലുസുൽ ഖുർആനിൻ്റെ 1/3 ഭാഗമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പോൾ 1/3 ഭാഗമാകുമ്പോൾ അത് നമ്മൾ 3 പ്രാവശ്യം ഓതിയാൽ നമുക്കെന്ത്? ഖുർആൻ മുഴുവനായും ഓതിയതിൻ്റെ പ്രതിഫലം കിട്ടും. അപ്പോൾ രണ്ടാമത്തെ സൂറത്തുൽ ഇഖ്ലാസാണ്. അത് ഒരുപാട് വട്ടം ഓതുക, ഏത് സമയത്ത് നമുക്ക് ഓതാം. നമ്മളിപ്പോൾ നിസ്കരിക്കുമ്പോൾ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ ഒക്കെ നിസ്കരിക്കൂലേ? അപ്പോൾ നമുക്ക് മറ്റു സൂറത്തുകൾ ഓതാൻ അറിയാം, മറ്റു സൂറത്തുകൾ ഓതാം അറിയാമെങ്കിലും ഈ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അത് നിസ്കാരത്തിൽ ഓതിയാലും അതല്ലാത്ത സമയത്ത് ഓതിയാലും, ഇനി എല്ലാ വഖത്ത് നിസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് തന്നെ ഓതിയാൽ മതി. ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതൽ സുന്നത്തുണ്ടല്ലോ, അപ്പോൾ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. ളുഹൂർ നിസ്കാരത്തിലും അസ്ർ നിസ്കാരത്തിലും മഗ്രിബിലും ഇശായിലൊക്കെ ഈ സൂറത്തുൽ ഇഖ്ലാസ് തന്നെ അധികരിപ്പിക്കാൻ വലിയ പ്രതിഫലമാണ്. പിന്നെ 3-ാമത്തെ സൂറത്തും 4-ാമത്തെ സൂറത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസുമാണ്. നമ്മളൊക്കെ ഇത് ഓരോ ദിവസവും വീട്ടിൽ ഓതൽ വലിയ ഖൈറ് കിട്ടുന്ന, ഓതപ്പെടുന്ന വീട്ടിൽ വലിയ സലാമത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും രക്ഷ കിട്ടുന്ന സൂറത്തുകളുടെ എണ്ണത്തിൽപ്പെട്ട 3-ാമത്തെ സൂറത്തും 4-ാമത്തെ സൂറത്തും സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്. ഈ സൂറത്തുൽ ഫലക്കിനും സൂറത്തുൻ നാസിനും ഒരു പേരുണ്ട്, മുഅവ്വിദത്തൈനി എന്നാണ്. മുഅവ്വിദത്തൈനി, ഈ മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ ശരണം തേടുന്ന സൂറത്തുകൾ എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ഈ 2 സൂറത്തുകൾ ഉറങ്ങുന്ന സമയത്ത് പ്രത്യേകം ഓതുമായിരുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും സൂറത്തുൻ നാസും. കാരണം അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ഈ 2 സൂറത്തുകൾ ഓതിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ആ ഉറക്കത്തിൽ അള്ളാഹു അവനിക്ക് മരണം കൊടുക്കുകയില്ല. ഇനി മരണം കൊടുക്കാനാണ് അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ, ആ ഉറക്കത്തിൽ തന്നെ അയാൾ മരണപ്പെടാനാണ് അള്ളാഹു വിധിച്ചതെങ്കിൽ അവൻ സ്വർഗത്തിൻ്റെ അവകാശിയായിട്ടായിരിക്കും അവൻ മരിക്കുക. വലിയ ശ്രേഷ്ഠതയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ പനി ബാധിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് മുത്തുനബിയെ മന്ത്രിക്കുകയാണ്. മന്ത്രിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക്, സൂറത്തുൻ നാസ്, ഈ 4 സൂറത്തുകൾ ഓതിയിട്ടാണ് മുത്തായ റസൂലിനെ മന്ത്രിച്ചതെന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. അതുപോലെ കണ്ണേറ്, അതുപോലെ വസ്വാസ്. ഒളു കൊടുത്ത ഒളു ശരിയായോ? നിസ്കാരത്തിൽ ഫാത്തിഹ ഓതിയത് ശരിയായോ? നിസ്കാരത്തിൽ സുജൂദ് ചെയ്തത് ശരിയായോ? ഇങ്ങനൊരു വസ്വാസ്. ആ വസ്വാസൊക്കെ തടയാൻ ഈ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും നമ്മളെ ഉപകരിക്കുന്നതാണ്, നമ്മെ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു ആയത്ത് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ നേതാവ് എന്നറിയപ്പെടുന്ന, അതുപോലെ തന്നെ ഖുർആനിലെ ആയത്തുകളുടെ നേതാവുമായ ആയത്തുൽ കുർസി, അഫ്ളലു ആയും ഫിൽ ഖുർആൻ ആയത്തുൽ കുർസി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഖുർആനിലെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് അത് ആയത്തുൽ കുർസിയാൻ. ആയത്തുൽ കുർസിൻ്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്ന വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ആയത്തുൽ കുർസിയെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും എപ്പോഴും കാവലുണ്ടാകുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരുന്ന, നമ്മുടെ പ്രയാസങ്ങൾ പടച്ചവൻ മാറ്റിത്തരുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസിയ്. ഒരു മനുഷ്യൻ നിത്യമായി അവൻ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്ന പതിവ് ഉണ്ട് എങ്കിൽ അവൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയിൽ അവൻ്റെ മരണം മാത്രമാണ് തടസ്സമായിട്ടുള്ളത്. അവൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്തിലേക്കാണ് എന്ന് ഈ ആയത്തുൽ കുർസി ഓതുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ഓതേണ്ട സൂറത്തുകൾ ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്, സൂറത്തുകളും ആയത്തുകളും. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ്, അതുപോലെ തന്നെ ആയത്തുൽ കുർസി, അതുപോലെ ആമന റസൂലു. അതായത് വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ മൻ ഖറഅഹാ ഫീ ലൈലത്തിൻ കഫതാൻ. ഒരു മനുഷ്യൻ ഈ 2 ആയത്തുകൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ രാത്രി ഓതിക്കഴിഞ്ഞാൽ അത് മതി എന്നാണ്. കഫതാൻ, ആ ആയത്തുകൾ ഓതിയാൽ മതി അവൻ്റെ ജീവിതം രക്ഷപ്പെടാൻ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അല്ലാഹു തആല കാവൽ നൽകുന്ന ആ ഒരു 2 ആയത്തുകൾ, ഇത് രണ്ടും നമ്മൾ നിത്യമായി നമ്മുടെ വീടുകളിൽ ഓതേണ്ട ആയത്തുകളാണ്. ഇനി ഈ 2 ആയത്തുകളും ഉൾപ്പെട്ടിട്ടുള്ള സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയാണ് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്. ഈ സൂറത്തുൽ ബഖറയെ പറ്റി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ലാ തജഅലു ബുയൂതകും മഖാബിറ. നിങ്ങൾ നിങ്ങളുടെ വീടുകൾ ശ്മശാനം പോലെ ആക്കരുത്. ശ്മശാനം പോലെ, ഒരു അനക്കവുമില്ല, ഒരു ശബ്ദവുമില്ലാതെ ഒരു ശ്മശാനം പോലെ നിങ്ങളുടെ വീടുകളാക്കരുത്. ഫഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതുന്ന ഓരോ വീട്ടിലും പിശാചിന്റെ ശല്യത്തെ തൊട്ടല്ലാഹു കാക്കുന്നതാണ്. സൂറത്തുൽ ബഖറ ഓതുന്ന വീട്. അല്ലാഹു ഉസ്താദ് അത് വലിയ സൂറത്തല്ലേ? ആണ്, വലിയ സൂറത്താണ്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് 3 ദിവസം കൂടുമ്പോൾ സൂറത്തുൽ ബഖറ ഓതി തീർത്താൽ മതി. ഒറ്റ ഇരിപ്പിന് ഓതി തീർക്കണ്ട. 3 ദിവസം കൂടിയിട്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ ബഖറ ഒരു വീട്ടിൽ ഒരു ഉമ്മയോ ഒരു ഉപ്പയോ ഓതുകയാണെങ്കിൽ അത് മഗ്രിബിന് ശേഷം ഓതാം, അല്ലെങ്കിൽ ഇശാഇന് ശേഷം ഓതാം. അത് 2 ഓതാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്ന രൂപത്തിൽ ദുഹറോ അസറോ ഏത് സമയത്ത് ഓതിയാലും കുഴപ്പമില്ല. പിശാചിന്റെ ശല്യം ആ വീട്ടിലുണ്ടാവില്ല. കടങ്ങളെ തൊട്ടല്ലാഹു രക്ഷ നൽകും, മാറാ രോഗങ്ങളെ തൊട്ടല്ലാഹു രക്ഷ നൽകും, പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റി നൽകും സൂറത്തുൽ ബഖറ ഓതിയാൽ. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരു ഹദീസിൽ പറയുന്നു, മൻ ഹഫിള 10 ആയാത്തിൻ മിൻ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിൽ നിന്നും ആദ്യത്തെ 10 ആയത്തുകൾ. സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതാറുണ്ട്, വെള്ളിയാഴ്ച രാവിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ നമ്മൾ ഓതാറുള്ള സൂറത്താണ്. അത് വലിയ ശ്രേഷ്ഠതയാണ്, ആഖിറത്തിൽ വലിയ വെളിച്ചമാണ്. ഒരു വെള്ളിയാഴ്ചയോ വെള്ളിയാഴ്ച രാവിലോ സൂറത്തുൽ കഹ്ഫ് ഓതി അടുത്ത വെള്ളിയാഴ്ച വരെ
അത് ഒരു പ്രകാശമായി നമ്മുടെ ചുറ്റുമുണ്ടാകും. എല്ലാ ആപത്തുകളെ തൊട്ടും അല്ലാഹു ആ ഒരു സൂറത്ത് നമ്മളെ കാത്തുകൊണ്ടിരിക്കുമെന്നും നബി തങ്ങളുടെ ഹദീസിൽ കാണാം. ഇവിടെ പറയുന്നത് സൂറത്തുൽ കഹഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഒരു മനുഷ്യൻ മനപ്പാഠമാക്കിയാൽ അല്ലെങ്കിൽ ഓതിയാൽ ഉസിമ മിനദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഷർറിൽ നിന്നും അല്ലാഹു നമ്മെ കാക്കുന്നതാണ് എന്നാണ്. അപ്പോൾ സൂറത്തുൽ കഹഫിന്റെ പ്രത്യേകത പറഞ്ഞു. ഇനി പറയാനുള്ളത് സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക്. നമ്മളൊക്കെ ഓതാറുള്ളവരാണ്, നമ്മളെല്ലാവരും ഓതാറുള്ളവരാണ്. ഈ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, സൂറത്തു തബാറക ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ഖുർആനി 30 ആയ, നിശ്ചയമായും പരിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുകളുള്ള ഒരു സൂറത്തുണ്ട്. അത് ഓതുന്ന ഒരു മനുഷ്യന് അത് ശഫാഅത്തായി നിൽക്കുന്നതാണ്. വഹിയ തബാറകല്ലദീ, അത് സൂറത്തു തബാറകല്ലദിയാണ്, അത് സൂറത്തുൽ മുൽക്കാൻ. അതായത് വിശുദ്ധമായ ഖുർആനിൽ 30 ആയത്തുള്ള ഒരു സൂറത്തുണ്ട്, അത് സൂറത്തു തബാറകയാണ്. അത് ഓതുന്നവന് വേണ്ടി ആ സൂറത്ത് ശഫാഅത്ത് നിൽക്കും. എങ്ങനെയാണെന്നറിയോ? ഹദീസിന്റെ ഒരു വിശദീകരണത്തിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ഭൂമിയിൽ അവൻ ജീവിച്ചപ്പോൾ നിത്യമായി സൂറത്തു തബാറക, സൂറത്തുൽ മുൽക്ക് ഓതിയവരാണ്. നമ്മുടെ വല്ലുമ്മമാരൊക്കെ എപ്പോഴും ഓതാറുള്ള സൂറത്താണ്. ഇപ്പോഴും നമ്മുടെ ഉമ്മമാരൊക്കെ ഓതാറുണ്ട്. പക്ഷേ പല ആളുകളും അത് വിസ്മരിച്ചു പോവുകയാണ്. അതിപ്പോൾ ഓതിയിലും കുഴപ്പമില്ല, ഇപ്പോൾ എത്രയോ ആൾക്കാർ ഓതാതെ മരിച്ചു പോകുന്നു, അവർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. പക്ഷെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് അവരുടെ ഖബർ നമ്മൾ നോക്കിയാൽ കാണൂലല്ലോ. അപ്പോൾ അവരുടെ ഖബറിൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നല്ല, നമ്മുടെ ഖബറിൽ അള്ളാഹു വലിയ സലാമത്ത് നൽകണം. അതിലെന്താണ്? സൂറത്തു തബാറക. ഒരു മനുഷ്യൻ സൂറത്ത് തബാറക നിത്യമായി ഓതുന്നവനാണ്. അവനെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിൻ്റെ പേരിൽ ആ ശിക്ഷ അവൻ്റെ തലഭാഗത്ത് കൂടി ഇറങ്ങുമ്പോൾ ഈ സൂറത്തു തബാറക അവിടെ ചെല്ലും, നമ്മുടെ തലഭാഗത്ത് വരും. എന്നിട്ട് പറയും, ഇതിൽ കൂടി, ഈ ഭാഗത്തുകൂടി ശിക്ഷ ഇറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ഇവൻ എന്നെ ഓതിയവനാണ്. ആ ശിക്ഷ നേരെ പോകുന്നു കാലിൻ്റെ ഭാഗത്ത്, കാൽഭാഗത്തു കൂടി ആ ശിക്ഷ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ സൂറത്തു തബാറക അവിടെ ചെന്നിട്ട് പറയും, പറ്റില്ല, ഈ ഭാഗത്തുകൂടി ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവൻ എന്നെ ഭൂമിയിൽ വെച്ച് ഓതിയവനാണ്. പിന്നെ ആ ശിക്ഷ അവൻ്റെ വയറിൻ്റെ ഭാഗത്തുകൂടി ഇറങ്ങാൻ പോകുമ്പോൾ അവിടെയും ഈ സൂറത്തു തബാറക വന്നിട്ട് പറയും, പറ്റില്ല, ഈ ഭാഗത്തുകൂടി ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇവൻ എന്നെ ഓതിയവനാണ്. ഇങ്ങനെ ആ മനുഷ്യന് എത്ര മാത്രം ശിക്ഷയുണ്ടോ ആ ശിക്ഷയെല്ലാം ഉയർത്തപ്പെടാൻ ഈ സൂറത്തു തബാറക കാരണമാകുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നു. ഇതൊക്കെ നമ്മൾ നിത്യമായി വീടുകളിൽ ഓതുന്നതാണ്. ഇത് പുതിയ പുതിയ സൂറത്തൊന്നും അല്ലല്ലോ. പുതിയ സൂറത്തുൽ വാക്കിയൊക്കെ നമ്മൾ ഓതാറുള്ളതാണ്, സൂറത്ത് തബാറക മുൽക്ക് ഓതാറുള്ളതാണ്, സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി അതൊക്കെ ഓതാറുള്ള. സാധാരണ നമ്മൾ വീടുകളിൽ ഓതി വരുന്ന ഈ സൂറത്തുകൾ അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, അതിൻ്റെ ശ്രേഷ്ഠതകൾ ഒന്നുകൂടി നിങ്ങളെ ഒന്ന് ത്വര്യപ്പെടുത്തുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ലക്ഷ്യം. ചില ആളുകൾ പറയും, ഉസ്താദ് ഇത് ഒരുപാടുണ്ടല്ലോ ഈ സൂറത്തുകൾ, ഇതെല്ലാം ഒറ്റ ഇരിപ്പിന് തന്നെ ഓതി തീർക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെ ഒറ്റ ഇരിപ്പിന് ഓതി തീർക്കാൻ പറ്റുമെങ്കിൽ അത് ഖൈറാൻ, ഇല്ലെങ്കിലോ വേണ്ട. നിങ്ങൾക്ക് മഗ്‌രിബിന് ശേഷം കുറച്ച് സൂറത്ത് ഓതാം, സുബൈക്ക് ശേഷം കുറച്ച് സൂറത്ത് ഓതാം. എത്രയോ ആളുകൾ ഓരോ നമസ്കാരത്തിന് ശേഷം, ഇപ്പം നമ്മുടെ കയ്യിൽ മൊബൈലുണ്ടല്ലോ, മൊബൈൽ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മോശപ്പെട്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഓരോ വഖത്ത് നമസ്കാരത്തിന് ശേഷം നമുക്ക്. ഇപ്പോൾ നമ്മളിങ്ങനെ കരുതുക, സൂറത്ത് യാസീൻ ഓതുന്നു, അതെപ്പോഴാണ്? മഗ്‌രിബിന് ശേഷം. അതുപോലെ തന്നെ സൂറത്തുൽ വാഖിയ ളുഹറിന് ശേഷം, സൂറത്തുൽ മുൽക്ക് അത് അസറിന് ശേഷം. അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പമാണ്. ഒറ്റ ഇരിപ്പിനെല്ലാം കൂടി നമ്മൾ ഓതി തീർക്കുമ്പോഴാണ് ഒരു പക്ഷേ നമുക്ക് പ്രയാസം തോന്നുന്നത്. ഓരോ വഖത്ത് നിസ്കാരത്തിന് ശേഷവും ഒരു 3-4 മിനിറ്റൊക്കെ മതി ഒരു സൂറത്തൊക്കെ നമുക്ക് നല്ലതുപോലെ ഓതാൻ. കൂടിപ്പോയൊരു 5 മിനിറ്റ് അതവിടെ ഇരുന്ന് ഓതി നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാൽ ഏറ്റവും വലിയ ഖൈറാൻ. ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും അല്ലാഹു നാളെ ആഖിറത്തിൽ തരുന്ന പ്രതിഫലങ്ങൾ കാണുമ്പോൾ പടച്ചോനെ കുറച്ചുകൂടി ഓതായിരുന്നു എന്ന് ചിന്തിക്കുമെന്നാണ്. അപ്പോൾ ആ ചിന്ത അവിടെ വെച്ച് ഉണ്ടാവാതിരിക്കാൻ ഇപ്പോഴേ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ ഇനി പറയുന്ന സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ നമ്മുടെ വീടുകളിൽ നമ്മൾ എപ്പോഴും ഓതാറുള്ളതാണ്. ഉമ്മമാരൊക്കെ ഇത് കേൾക്കുന്ന ഉമ്മമാരിത് എല്ലാവരും ഓതാറുള്ളവരായിരിക്കും. സൂറത്തുൽ വാഖിയ വിശുദ്ധമായ ഖുർആനിലെ 56-ാമത്തെ സൂറത്താണ്. 96 ആയത്തുകളുള്ള ഒരു സൂറത്താണ്. മക്കയിൽ അവതരിച്ച ഒരു സൂറത്ത്. സൂറത്തുൽ വാഖിയ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ ലം യുസ്ബഹു ഫാഖത്തുൻ അബദ. അതാണ് ഏറ്റവും വലിയ പ്രതിഫലം. ഒരാൾ ഇത് നിത്യമായി എല്ലാ രാത്രിയിലും പാരായണം ചെയ്താൽ, അത് നമുക്ക് മഗ്‌രിബിന് ശേഷം മുതലാണ് ഏറ്റവും ഖൈർ. ഓതിയാൽ ദാരിദ്ര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, ദാരിദ്ര്യം ഉണ്ടാവില്ല.
ദാരിദ്ര്യം മാത്രമല്ല, അവനിക്ക് ഖബറിൽ അള്ളാഹു സന്തോഷം നൽകും. മാത്രമല്ല, രോഗി ഓതുകയാണെങ്കിൽ ആ രോഗത്തിന് ശിഫ പടച്ചോൻ നൽകുമെന്നാണ്. അതുപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ഓരോ ശ്രേഷ്ഠതയും പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണുവാൻ ഒരുപാട് ശ്രേഷ്ഠത. ഈ ഗർഭിണികളായ സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരന്മാരൊക്കെ ഓതുകയാണെങ്കിൽ അവരുടെ ആ ഒരു പ്രോസസ്സിങ്, ആ ഒരു കാര്യം അള്ളാഹു ഏറ്റെടുത്ത് എളുപ്പത്തിലാക്കുമെന്നാണ്. എളുപ്പത്തിലാക്കി നൽകും. ആ കുട്ടിയെ അള്ളാഹു താല റാഹത്തിലും സന്തോഷത്തിലുമാക്കും. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, അത് ആണും പെണ്ണുമുണ്ട്. അതുപോലെ ജോലി ശരിയാവാത്തവരുണ്ട്, കച്ചവടം നഷ്ടത്തിലായവരുണ്ട്, മാറാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ ഒരു 40 ദിവസം നല്ല നിയ്യത്തോടുകൂടി ഇത് തുടർച്ചയായി മുടങ്ങാതെ ഓതിയാൽ നമുക്ക് വലിയ റിസൾട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഈ സൂറത്തുൽ വാക്കിയ നമ്മൾ ഓതുന്നതാണ്. അത് ഓതാൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ശ്രേഷ്ഠതയൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. മരണത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 2-3 പെൺമക്കളുണ്ട്. അവരുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഓ സഹാബി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സമ്പാദ്യം വെച്ചിട്ടുണ്ടോ? ആ സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്ക് വേണ്ട സമ്പാദ്യമൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, അതെന്ത് സമ്പാദ്യമാണ്? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഖദ് അമർതുഹുന്ന എല്ലാ ദിവസവും സൂറത്തുൽ വാഖിഅ ഓതാതെ കിടന്നുറങ്ങരുത്. അതാണ് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സമ്പത്ത്. അത് ഓതുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം അറിയാൻ പറ്റും. ഇപ്പോൾ എത്രയോ ഉപ്പമാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചാൽ സ്ഥിരമായി സൂറത്തുൽ വാഖിഅ പരമാവധി വീടുകളിൽ ഓതുന്നവരുണ്ട്. ഇനി വീടുകളിൽ ഓതാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ വെച്ച് ഓതാം. ഇനി എന്തെങ്കിലും യാത്രയിലാണെങ്കിൽ നമുക്ക് യാത്രയിൽ ഓതാം. പ്രത്യേകിച്ച് വീട്ടിൽ വെച്ച് ഓതിയാൽ വലിയ ശ്രേഷ്ഠതയാണ്. ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്തും സലാമത്തും വലിയൊരു ഐശ്വര്യമുള്ള വീടായി. ഖുർആൻ ഓതപ്പെടുന്ന വീടെന്ന് പറഞ്ഞാൽ അത് മലക്കുകളുടെ വീട് പോലെയാണ്. മലക്കുകളാണ് പിന്നെ ആ വീട്ടിലെ താമസക്കാർ. മലക്കുകൾ ആ വീടിന് വേണ്ടി, ആ വീട്ടിലെ അഹ്ലുകാർക്ക് വേണ്ടി ദുആരക്കും. പിന്നെ സൂറത്തുൽ ഫത്ഹ് ഓതൽ വലിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു പ്രയാസം മുന്നിൽ വന്ന് മാറുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ജോലി ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ അത് അടുത്തടുത്ത് വരുന്നില്ല. അല്ലെങ്കിൽ ഒരു വിവാഹം അതിങ്ങനെ ശരിയായി വരുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല, അതൊന്നും അടുത്ത് വരുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ സൂറത്തുൽ ഫത്ഹ് നിയ്യത്താക്കി ഓതിയാൽ ഇൻഷാ അല്ലാഹ് നല്ല പ്രോഗ്രസ് ഉണ്ടാകും. അതായത് ആ ജോലി നമുക്ക് ഖൈറാണെങ്കിൽ അടുത്തേക്ക് വരും. ആ ഒരു കുടുംബജീവിതം, ആ ഒരു വിവാഹബന്ധം നമുക്ക് ഖൈറാണെങ്കിൽ അത് അള്ളാഹു അടുപ്പിച്ച് നൽകും. അങ്ങനെ വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. ആ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനത്തെ ആയത്തുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട്. അത് വലിയ ശ്രേഷ്ഠതയുള്ള ആയത്താണ്. അതൊക്കെ ഓതുന്ന, സ്ഥിരമായി വീടുകളിലിരുന്ന് ഓതുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്. അവർക്കൊക്കെ വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. പിന്നെ ഒരുപാട് സൂറത്തുകളുണ്ട്. ഓരോ സൂറത്തിൻ്റെയും ശ്രേഷ്ഠത പറയുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീരില്ല. സൂറത്ത് യാസീനിൻ്റെ പ്രത്യേകത നമ്മൾ മുമ്പ് ഒരു വീഡിയോയായി ഇറക്കിയിരുന്നു. സൂറത്ത് യാസീൻ ഓതിയാൽ കിട്ടുന്ന വലിയ പ്രതിഫലം. അതുപോലെ തന്നെ സൂറത്തു തഹ്രീം, അതുപോലെ സൂറത്ത് മുസമ്മിൽ ഷൈത്വാന്റെ ഷർറിനെ തൊട്ട് ഇതുപോലെ കാവൽ കിട്ടുന്നൊരു സൂറത്തില്ലെന്നാണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തുൽ മുസമ്മിൽ, പിന്നെ സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ ളുഹാ വല്ലുഹാ വല്ലൈലി ഇദാ സജ, ആ സൂറത്ത്. അതുപോലെ തന്നെ അലം നശ്റഹ് സൂറത്ത്, അത് നമ്മുടെ മക്കൾക്ക് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ട സൂറത്താണ്. അലം നശ്റഹ് ലക സ്വദ്റക് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത്. അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോ നമ്മൾ ഓതിയിട്ട് ഒരു 3 പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ മക്കൾക്ക് ചായ കൊടുക്കും, അല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് ആ കുപ്പിയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ അതിൽ ഈ 3 പ്രാവശ്യം ഈ അലം നശ്റഹ് സൂറത്ത് ഓതി ഒന്ന് മന്ത്രിച്ച്, ഒന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞൊന്ന് ഊതിയിട്ട് അത് കുടിക്കാൻ കൊടുത്താൽ അവരുടെ പഠനങ്ങളിൽ അള്ളാഹുവിൻ്റെ വലിയ ഖൈറുണ്ടാകും, പ്രോഗ്രസ് ഉണ്ടാകുമെന്നാണ്. അല്ലെങ്കിൽ പഠിക്കാനായി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഈ സൂറത്ത് അറിയാവുന്ന കുട്ടികൾ ഇത് പാരായണം ചെയ്താൽ വലിയ പഠനത്തിൽ മികവ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകും.
അപ്പോൾ നമ്മളിവിടെ വീടുകളിൽ നമ്മൾ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകളിൽ അതിപ്രധാനപ്പെട്ട സൂറത്തുകളാണ് പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ ഒരുപാട് ശ്രേഷ്ഠതകളാണ്. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി നമ്മൾ അത് നിയ്യത്താക്കി ഓതിയാൽ അവരുടെ പ്രതിഫലം എത്തും. അത് ഓതുന്ന നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇനിയും ഒരുപാട് സൂറത്തുകളുണ്ട്, ആയത്തുകളുണ്ട്. അതിൻ്റെയൊക്കെ ശ്രേഷ്ഠത നമുക്ക് മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പറയാം. ഇപ്പോൾ നമ്മളെല്ലാവരും മൊബൈലിൻ്റെ പുറകെയാണ് അല്ലേ? മൊബൈലില്ലാത്ത ആരുമില്ല. ഇപ്പോൾ പറയുന്ന എനിക്ക് തന്നെ മൊബൈലുണ്ട്, കേൾക്കുന്ന നമുക്കൊക്കെ മൊബൈലുണ്ട്. നമ്മൾ ഈ മൊബൈലിലൂടെയാണ് നമ്മുടെ വീഡിയോയൊക്കെ കാണുന്നതും കേൾക്കുന്നതെല്ലാം. അപ്പോൾ മൊബൈൽ പല രൂപത്തിലാണ് അല്ലേ? നമുക്ക് ഖൈറിൻ്റെ രൂപത്തിലും ഉപയോഗിക്കാം, ഷർറിൻ്റെ രൂപത്തിലും ഉപയോഗിക്കാം. ഇന്ന് നമ്മുടെ യുവാക്കളും നമ്മുടെ യുവതികളും നമ്മുടെ മക്കളൊക്കെ എടുത്തു നോക്കിയാൽ അവരൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ആണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അവരൊക്കെ മഗ്‌രിബിൻ്റെ സമയത്തും ഇശായിൻ്റെ സമയത്തും സുബഹിക്ക് ശേഷം ഒക്കെ കിട്ടുന്ന സമയത്തെല്ലാം റീൽസ് കാണലും അതുപോലെ പോസ്റ്റുകൾ ഇടലും ഫോട്ടോ എടുക്കലും എല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ ഇല്ലാത്തത് ആ മൊബൈൽ ഫോൺ കൊണ്ട് ഖൈറായ ഒരു കാര്യം ചെയ്യുന്നില്ല എന്നാണ്. നമുക്ക് ഖൈറായ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത് ആ വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഇപ്പം നമുക്ക് PDF ആയിട്ട് കിട്ടും. ആ PDF ആ ഖുർആൻ ആ മൊബൈലിൽ ഒന്ന് കയറ്റിയിട്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും അല്ലെ, ഓരോ പേജായിട്ട് നമുക്ക് കിട്ടുമല്ലോ, ഒരു പേജെങ്കിലും ഓതാൻ പറ്റിയാൽ ആ മൊബൈൽ കൊണ്ട് നമുക്ക് ആഖിറത്തിൽ ഉപകാരമുണ്ടാകും. ദുന്യാവിൽ ഒരു പക്ഷെ നമ്മൾ വീഡിയോ ഇട്ടാൽ ഒരു 10,000 ലൈക്ക് കിട്ടിയാൽ നമുക്കതൊരു സന്തോഷമാണ്. പക്ഷെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ആ സന്തോഷം ഉണ്ടാവില്ല. ആഖിറത്തിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഈ ദുന്യാവിൽ വെച്ച് ഒരു പേജെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഓതാൻ എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ യുവാക്കളും യുവതികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്നേഹത്തോടു കൂടി ഒരു ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ഒരു അനുജൻ ഉണർത്തുന്നത് പോലെ കരുതിയാൽ മതി. പരിശുദ്ധമായ ഖുർആൻ അത് നമ്മുടെ മൊബൈലിൽ കിട്ടുമല്ലോ, അത് ഒരു ദിവസം ഒരു പേജെങ്കിലും ഓതാൻ പ്രത്യേകം നമുക്ക് പറ്റിയാൽ അത് വലിയൊരു ഖൈറാണ് ദുന്യാവിലും ആഖിറത്തിലും. ഇന്നിപ്പോൾ സീരിയലിൻ്റെ ഭ്രമം കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തീർത്തും മാറിയിട്ടില്ല. ഇപ്പോൾ കോമഡി ഷോകളായിട്ടും മറ്റ് ഹാസ്യ പരിപാടികളായിട്ടൊക്കെ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കാണുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിപ്പോൾ TV മാറി ഇപ്പോൾ മൊബൈലിലേക്കായിരിക്കുകയാണ്. മൊബൈലിൽ ഒരുപാട് ചാനലുകളും ഒരുപാട് വീഡിയോസും കിട്ടും, റീൽസുകളൊക്കെ കിട്ടും. അപ്പം അത് കണ്ട് സമയം കളയുന്നതിന് പകരം ഈ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും അല്പമെങ്കിലും നമ്മൾ ഒരു ദിവസം ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ പറഞ്ഞ ഈ സൂറത്തുകൾ നിത്യമായി നമ്മുടെ വീടുകളിൽ ഓതാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് ഓതുന്ന നമുക്കെല്ലാവർക്കും അത് നിത്യമായി കൊണ്ടുപോകാൻ, സ്ഥിരമായി കൊണ്ടുപോകാനുള്ള ഒരു തൗഫീഖും പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ ഖുർആനിൻ്റെ ശ്രേഷ്ഠതകൾ പറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും നൽകട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണുക, ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗ്ഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറയുന്നത്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾ മാരകവുമല്ലാത്തതുമായ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. വീടുകളിൽ കഴിയുന്നവർ, ഹോസ്പിറ്റലിൽ കഴിയുന്നവർ, എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും സലാമത്തും നന്മയിലേക്കുള്ള വലിയ വഴി അല്ലാഹു തആല തെളിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങൾ എല്ലാത്തിനെ തൊട്ടും അല്ലാഹു കാക്കുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്നും ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ ഹജ്ജിനും ഉംറക്കുമൊക്കെ നല്ല രൂപത്തിൽ നല്ല ആരോഗ്യത്തോടു കൂടി അവർക്ക് ആ ഇബാദത്തുകളൊക്കെ ചെയ്യാനുള്ള വലിയ അവസരം അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.